ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 2023 CPOയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കോമൺ ഇൻട്രസ്റ്റിനെയും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും രണ്ടിൻ്റെ മിക്സ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പറയുന്നത് പീറ്റർ ഒരു സമ്മ് ഇൻവെസ്റ്റ് ചെയ്തു, സം ഓഫ് മണി ഇൻവെസ്റ്റ് ചെയ്തു. അത് 10% സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സ്കീമിലാണ്. റേച്ചലാണെങ്കിൽ ഹാഫ് ദ സമ്മ്, പീറ്റർ ഇട്ടതിൻ്റെ ഹാഫ്, അതെന്ത് ചെയ്തു 10% പെർ ആനം എന്ന നിരക്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ചെയ്തു. ദെൻ പീറ്റർ 2 വർഷത്തേക്കും റേച്ചൽ 3 വർഷത്തേക്കുമാണ് ഈ ഒരു എന്ത് ചെയ്തിരിക്കുന്നത്, എമൗണ്ട് ഇട്ടിരിക്കുന്നത്. ദെൻ ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം, പീറ്ററിൻ്റെയും റേച്ചലിൻ്റെയും ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം 897. അങ്ങനെയാണെങ്കിൽ റേച്ചൽ എത്ര എമൗണ്ട് ഇട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ പീറ്റർ, ഇത് റേച്ചൽ. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഇവിടെ ഇടുന്നത്, ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ദെൻ ഇത് പി ആണെങ്കിൽ ഇത് P/2 ആണ്, കാരണം ഹാഫ് ദ എമൗണ്ട് ആണ്. ഇത് 2 വർഷത്തേക്കാണ്, ഇത് 3 വർഷത്തേക്കാണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബേസിക്കായിട്ട് 10%, അതുപോലെ തന്നെ 20% ഇതുപോലുള്ളതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ 10% 2 വർഷത്തേക്കുള്ള എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 21ആണ്. അതായത് ഇപ്പം 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം 100ൻ്റെ 10%, ഒരു 10 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ ഫ്രണ്ടിലുള്ളത് ഈ 100 രൂപയുണ്ട്, ആദ്യം ഇട്ട 100 രൂപയുണ്ട്, ഒരു 10 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയുണ്ട്. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും പലിശ കണക്കാക്കും. ഈ ഇനിഷ്യലി എമൗണ്ടിൻ്റെ 100ഉം ദെൻ ഇൻട്രസ്റ്റിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് നോക്കിക്കഴിയുമ്പോൾ 100 രൂപ ഇട്ട് കഴിഞ്ഞാൽ 21 രൂപയായിരിക്കും പലിശ കിട്ടുന്നത്. അല്ലെങ്കിൽ 10%-ന് 2 വർഷത്തേക്ക് 21 എന്തായിട്ട് വരുന്നത്, എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ 3 വർഷത്തേക്ക് കേസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം ആ 100 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനൊരു 10% പലിശ. അടുത്ത വർഷം നമ്മൾ ഇട്ട എമൗണ്ട് ഉണ്ടാവും, എന്നാൽ ഈ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇൻട്രസ്റ്റിൻ്റെയും പലിശ, ഇൻട്രസ്റ്റിൻ്റെയും 10%, അത് 1 വരും. അടുത്ത വർഷത്തിൻ്റെ തുടക്കത്തിൽ എന്ത് ചെയ്യും, ഈ 100ന് ഇൻട്രസ്റ്റ് വരും, ദെൻ ഈ 10ന് ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഈ ഒരു 10ന് ഇൻട്രസ്റ്റ് വരും, ഈ ഒരു 1ന് ഇൻട്രസ്റ്റ് വരും. 1ൻ്റെ 10%, 0.1. ഇനി ഇതെല്ലാം കൂടി കൂട്ടിക്കഴിയുമ്പോൾ എത്ര വരും, 33.1 പറഞ്ഞു വരും. അല്ലെങ്കിൽ 3 വർഷത്തേക്ക് 10% നിരക്കിൽ 33.1 എന്ന് പറയുന്നത് എഫക്റ്റീവ് റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാതെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞിരിക്കുന്നത് ആദ്യമേ പീറ്റർ ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്, പി എന്ന എമൗണ്ടിന് 2 വർഷത്തേക്ക് 10%, അല്ലെങ്കിൽ പിൻ്റെ 20%, അതായിരിക്കും എന്ത് കിട്ടുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി റേച്ചലിൻ്റെ കേസ് ആണെങ്കിൽ P/2 ആണ് എമൗണ്ട്, അതിൻ്റെ 33.1%. 33.1%. ഇതാണ് 897 എന്ന് കുറച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഡിഫറൻസ് ആണ് 897 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 2 വെച്ച് ഇക്വേഷൻ മൊത്തത്തിൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 40% ഓഫ് പി മൈനസ് 31.1% ഓഫ് പി എന്ന് പറയുന്നത് എത്രയെന്ന് പറഞ്ഞു കിട്ടും, ഈ 897 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 897 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കിട്ടും. പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ എത്ര പറഞ്ഞു കിട്ടും, 6.9% ഓഫ് പി എന്ന് പറയുന്നത് 897 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, 897ഉം 69 വെട്ടിപ്പോവും, 897ഉം 69 വെട്ടിപ്പോയിട്ട് എത്ര വരും, 13 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് തമ്മിൽ വെട്ടിപ്പോയിട്ട് 13 ഇതിപ്പോൾ 897 ഡിവൈഡ് ബൈ 69 എത്രയെന്ന് പറഞ്ഞിട്ട് 13, ഇതിപ്പോൾ 130 എന്ന് പറഞ്ഞിട്ട്. ദെൻ ഇവിടെ ഒരു പേഴ്സൻറ്റേജ് ഇല്ലേ, അപ്പോൾ ഒരു ബൈ 100 ഉണ്ട്, ആ 100ഉം കൂടി ഇവിടെ മൾട്ടിപ്ലൈ ആണ് അല്ലേ. അപ്പോൾ പീൻ്റെ വാല്യൂ എത്ര കിട്ടും, 1300 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് പി ആണ്. പി എന്ന് പറയുന്നത് നമ്മുടെ പീറ്റർ ഇട്ട എമൗണ്ട് ആണ്. ആക്ച്വലി റേച്ചൽ ഇട്ട അതിൻ്റെ നേരെ പകുതിയല്ലേ, റേച്ചലിൻ്റെ എമൗണ്ട് ഇതിൻ്റെ നേരെ പകുതിയല്ലേ. അപ്പോൾ ബൈ 2 ചെയ്യുക. അപ്പോൾ എത്ര വരും, 13,000 എന്ന് പറഞ്ഞു കിട്ടും.
ഈ 13,000 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്.